അടിച്ചുപൊട്ടിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ് അഗസ്റ്റിൻ, അല്പസമയം മുൻപാണ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടത്. ഇപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ. ആഗസ്റ്റ് 11-ാം തീയതിയാണ് ഈ കേസ് പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. സ്കൂൾ അസംബ്ലിക്കിടെ ഗ്രൗണ്ടിലെ ചരൽ കുട്ടി കാലിനുകൊണ്ട് മാറ്റുന്നത് ഈ അധ്യാപകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഈ അധ്യാപകൻ ഈ പ്രകോപനപരമായി എത്തുകയും ഈ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് ഈ കുട്ടിയുടെ മുഖത്തടിക്കുകയും കോളറിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു എന്നാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനുശേഷം മർദ്ദനമേറ്റ കുട്ടിയുടെ കർണപുടത്തിന് പരിക്കേറ്റതായും ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് ഈ കുട്ടി ദിവസങ്ങളോളം കടുത്ത വേദന അനുഭവിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പരാതിയുമായി ഇവർ രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷനാണ് ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറോട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുണ്ടുംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകനായ അശോകനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ പരാതി ഒത്തുതീർപ്പാക്കുന്നതിന് ഇവർ പണം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും കുട്ടി ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ 6 മാസത്തോളം ഇതിനുമായി ബന്ധപ്പെട്ട് ചികിത്സ വേണമെന്നാണ് ആശുപത്രിയിൽ നിന്ന് കുട്ടിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മാതാപിതാക്കൾ ചൈൽഡ് ലൈന് പരാതി നൽകാൻ തുനിഞ്ഞിട്ടുള്ളത്. എന്തായാലും ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ സ്വമേധ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൃന്ദ, നീക്കിയതിനാണ് ഇത്തരത്തിൽ ക്രൂരമായി പ്രധാന അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. കാസർഗോഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കും. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അല്പസമയത്തിന് മുൻപ് മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നു, ഈ അമ്മയുമായി, ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ അമ്മയുമായി സംസാരിച്ചിരുന്നു. നിലവിൽ പരാതി കൊടുത്തിട്ടില്ല, കുട്ടി ചികിത്സയിലാണ്. പരാതി നൽകും എന്നതിൽ അടക്കം തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുന്നുണ്ടോ ജോസഫ്? വൃന്ദ, ഇതുവരെയും പോലീസ് സ്റ്റേഷനിലോ മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കോ ഇവർ ഒരു പരാതിയും നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം 2 ദിവസത്തോളം ഈ സംഭവം പുറത്തറിഞ്ഞിട്ടില്ല. കുട്ടിക്ക് കടുത്ത ചെവിവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലെത്തി പരിശോധിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കർണപുടത്തിന് പരിക്കേറ്റതായി ഈ ആശുപത്രി അധികൃതരിൽ നിന്ന് വ്യക്തമായത്. പിന്നീട് ഇവർ പരാതികളുമായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ ഘട്ടത്തിൽ പ്രധാന അധ്യാപകനും PT അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഭാരവാഹികളും ഇത്തരത്തിൽ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനുള്ള അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകരുതെന്നുള്ള ഒരു ഒത്തുതീർപ്പ് ശ്രമമാണ് നടത്തിയത്. പക്ഷേ മാതാപിതാക്കൾ ഇതിന് തുനിഞ്ഞില്ല. മാത്രമല്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ് മാതാപിതാക്കൾ അറിയിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഇത്തരത്തിൽ സ്കൂൾ അസംബ്ലിക്കിടെ കുട്ടിക്ക് മർദ്ദനമേൽക്കുന്നത് ഈ സഹോദരി നേരിട്ട് കണ്ടതും ഈ സഹോദരി പിന്നീട് കുഴഞ്ഞു വീഴുകയും ഉണ്ടായി. മാത്രമല്ല, ഈ മാതാപിതാക്കൾ ഈ സ്കൂളിലെത്തിയപ്പോൾ ഇത്തരത്തിൽ ഈ മറ്റ് സഹപാഠികളും ഈ കുട്ടിയുടെ മറ്റ് സഹപാഠികളും സമാന സംഭവം ഈ മാതാപിതാക്കൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയുണ്ടായി. അങ്ങനെ വളരെ ദാരുണമായ ഒരു സംഭവം ഒരു പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ കുണ്ടംകുഴി ഹയർ സെക്കൻഡറി പ്രധാന അധ്യാപകന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അത് വലിയൊരു വീഴ്ചയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പും നോക്കിക്കാണുന്നത്. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ ചൈൽഡ് ലൈന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി അല്പസമയത്തിനുള്ളിൽ തന്നെ നൽകുമെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പരാതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നവർ ഉറച്ചു പറയുന്നുണ്ട്. പ്രധാന അധ്യാപകനെതിരെ കടുത്ത നടപടി വേണം. കുട്ടിക്ക് ഇത് വലിയ രീതിയിലുള്ള മാനസികാഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും ഈ പരാതിയിൽ ഇത്തരത്തിൽ മാതാപിതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും കർശനമായിട്ടുള്ള നടപടികൾ വേണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ